Hello everyone. Welcome to Inside Research Analytics Weekly Market Report. ഇന്ത്യൻ ഓഹരി വിപണി തുടർച്ചയായി മൂന്നാം ആഴ്ചയും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഉയർന്നിരിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ വില, അമേരിക്ക ഇറാൻ സംഘർഷം, വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായ വിൽപ്പന, ഉയർന്ന US ട്രഷറി ബോണ്ട് yields, ദുർബലമായ രൂപ എന്നിവയാണ് വിപണിയുടെ സെന്റിമെന്റിനെ പ്രധാനമായും ബാധിച്ചിട്ടുള്ളത്. ആഗോളതലത്തിൽ ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടണിറ്റി വർദ്ധിച്ചതോടെ ഇൻവെസ്റ്റേഴ്സിന്റെ ട്രാക്കിംഗ് കുറയുകയും ഡിഫൻസീവ് അപ്രോച്ച് സ്വീകരിക്കുകയും ചെയ്തു. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ നിഫ്റ്റി 24,300 താഴേക്ക് പോയതും പിന്നീട് 24,000 സമീപം വരെ സമ്മർദ്ദം നേരിട്ടതും വിപണിയിൽ ആശങ്ക വ്യക്തമാക്കുന്നുണ്ട്. ആഴ്ചയുടെ അവസാനം സെൻസസ് 468 പോയിന്റ് താഴ്ന്ന് 77,550 നിഫ്റ്റി 114 പോയിന്റ് താഴ്ന്ന് 24,252 ക്ലോസ് ചെയ്തത്. അതേസമയം വലിയ കമ്പനികളെ അപേക്ഷിച്ച് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. BSE മിഡ് ക്യാപ് 0.04% ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ് 0.36% നേട്ടമുണ്ടാക്കി. ആഗോള വിപണിയിലും ഈ ഒരാഴ്ച പ്രധാനമായും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ക്രൂഡ് ഓയിൽ പ്രൈസസ്, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പെക്ടേഷൻസ് എന്നിവയാണ് മാർക്കറ്റ് ഡയറക്ഷൻ നിർണ്ണയിച്ചത്. പ്രത്യേകിച്ച് US ഇറാൻ സംഘർഷം വീണ്ടും ശക്തമായതോടെ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ഡോളറിന് 91 മുകളിലേക്ക് ഉയർന്നത് നിക്ഷേപകരുടെ ആശങ്കയാക്കി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ഏറ്റവും വലിയ തോതിൽ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എണ്ണവില ഉയർന്നാൽ ഇന്ത്യയുടെ ഇമ്പോർട്ട് ബിൽ വർദ്ധിക്കുകയും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൽ സമ്മർദ്ദമുണ്ടാവുകയും രൂപയുടെ മൂല്യം ദുർബലമാകുകയും ഇൻഫ്ലേഷൻ ഉയരുകയും ചെയ്യാം. യൂറോപ്പിൽ ഇൻഫ്ലേഷൻ ഉയരുന്നതിന്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. UK ഇൻഫ്ലേഷൻ ജൂലൈയിൽ 2.9% ഉയർന്നു. പ്രധാനമായും ഗ്യാസ് പ്രൈസസ് വർദ്ധിച്ചതാണ് ഇതിന് കാരണമായി മാറിയത്. അതേസമയം ചൈനീസ് സമ്പദ് വ്യവസ്ഥയിൽ ഗ്രോത്ത് മൊമെന്റം കുറയുന്നതിന്റെ സൂചനകളും പുറത്തു വരുന്നുണ്ട്. ജൂലൈയിലെ ചൈനയുടെ റീറ്റെയിൽ സെയിൽസ് ഗ്രോത്ത് 0.6 കുറഞ്ഞു. ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഗ്രോത്ത് 4.5 താഴ്ന്നു. ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയും പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ സ്ലോ ആയിട്ടാണ് വളരുന്നത്. US കൺസ്യൂമർ പ്രൈസസ് ജൂലൈയിൽ 0.1% മാത്രമാണ് ഉയർന്നിട്ടുള്ളത്. പ്രൊഡ്യൂസർ പ്രൈസസ് മാറ്റമില്ലാതെ തുടരുകയും റീറ്റെയിൽ സെയിൽസ് പ്രതീക്ഷിച്ചതിനേക്കാൾ ദുർബലമാകുകയും ചെയ്തതോടെ ഉടൻ ഫെഡ് റേറ്റ് ഹൈക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നതിന് വിപണി വിലയിരുത്തി. എന്നാൽ ഫെഡറൽ റിസർവിന്റെ ജൂലൈ മീറ്റിംഗിൽ ഇൻഫ്ലേഷൻ ഉയരുന്നത് തന്നെ തുടരുകയാണെങ്കിൽ വീണ്ടും റേറ്റ് ഹൈക്ക് പരിഗണന സൂചന ലഭിച്ചത് അൺസർട്ടണിറ്റി നിലനിർത്തുന്ന ഒരു കാരണമാണ്. അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ശക്തിപ്പെടുത്താനായി കേന്ദ്ര സർക്കാർ ഏകദേശം 13,000 കോടി രൂപ മൂല്യമുള്ള 5 ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സും അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ റെയിൽവേ ട്രാക്കിംഗ് പ്രൊജക്ട്സ് ഉൾപ്പെടുന്നുമുണ്ട്. ഏകദേശം 410 കിലോമീറ്റർ റെയിൽവേ നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിലൂടെ കൺജഷൻ കുറയുകയും ട്രെയിൻ മൂവ്മെന്റ് വർദ്ധിപ്പിക്കുകയും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. ബീഹാറിലെ NH-22 അപ്ഗ്രേഡ് പ്രൊജക്ട് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നതാണ്. ഇത്തരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റെയിൽവേ, ഹൈവേ, ലോജിസ്റ്റിക്സ്, മൈനിങ്, മാനുഫാക്ചറിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നിവ ഇന്ത്യയുടെ മീഡിയം ടു ലോങ് ടേം ഗ്രോത്തിന് സ്റ്റോറിക്ക് വളരെ ശക്തമായി പിന്തുണ നൽകുന്ന പ്രധാന ഘടകങ്ങളും കൂടിയാണ്. ഇപ്പോൾ ഇന്ത്യ ഓഹരി വിപണിയിലേക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ നിയർ ടേം റിസ്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് തന്നെയാണ്. US ഇറാൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയോ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിലൂടെ ഷിപ്പിംഗ് തടസ്സമാവുകയോ ചെയ്താൽ എണ്ണവില വീണ്ടും ഉയരാനുള്ള സാധ്യതയുണ്ട്. എണ്ണവില ഉയരുന്നത് ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ഫ്യൂവൽ, കെമിക്കൽസ്, പെയിന്റ്സ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ നിരവധി മേഖലകൾക്ക് ഇമ്പോർട്ട് കോസ്റ്റ് വർദ്ധിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ ഉയർന്നാൽ RBIക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി കുറയും. മറുവശത്ത് US ഇൻഫ്ലേഷൻ ഡേറ്റ പ്രതീക്ഷിച്ചതിനേക്കാൾ സോഫ്റ്റ് ആയതും റീറ്റെയിൽ സെയിൽസ് ദുർബലമായതും ഫെഡ് റേറ്റ് ഹൈക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ സെപ്റ്റംബറിൽ റേറ്റ് ഹൈക്കിന്റെ സാധ്യത ഏകദേശം 30% മാത്രമാണ് മാർക്കറ്റ് പ്രൈസ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഫെഡറൽ റിസർവ് മിനിറ്റ്സിൽ ഇൻഫ്ലേഷൻ ഉയർന്നാൽ റേറ്റ് ഹൈക്ക് പരിഗണിക്കാമെന്നുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതിനാൽ തന്നെ അടുത്ത ഘട്ടത്തിൽ US ഇൻഫ്ലേഷൻ ഡേറ്റ, ഫെഡ് പോളിസി, US ബോണ്ട് yields, ഡോളർ മൂവ്മെന്റ്, ക്രൂഡ് ഓയിൽ പ്രൈസസ്, FI ഇൻഫ്ലോസ് എല്ലാം തന്നെ ഇന്ത്യൻ വിപണിയുടെ ഡയറക്ഷൻ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ഉയർന്ന ബോണ്ട് yields എമർജിംഗ് മാർക്കറ്റ്സിലേക്കുള്ള ഫോറിൻ മാർക്കറ്റ് ഫ്ലോസ് കുറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ ഇന്ത്യ പോലുള്ള വിപണിക്ക് ഇത് ശ്രദ്ധേയമായ ഒരു വിഷയം കൂടിയാണ്. അടുത്ത ആഴ്ച ഇന്ത്യൻ വിപണി ഹൈലി ഇവന്റ് ഡ്രിവൻ ആൻഡ് വോളറ്റൈൽ ആയിരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടിംഗ് സോൺ ഇപ്പോൾ 24,000-നും 23,600 മേഖലയാണ്. 24,000-ന് മുകളിൽ ഇൻഡെക്സ് നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ ബൈയിങ് മൊമെന്റം ശക്തമാവുകയും 24,300-നും 24,500-നും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. മറുവശത്ത് ശക്തമായി സെല്ലിംഗ് പ്രൈസ് വർദ്ധിച്ച് 23,600-ന് സമീപം വരെ എത്താനുള്ള സാധ്യതയുമുണ്ട്. ഇതല്ലാതെ 24,500-ന് മുകളിൽ എത്തുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റന്റായി പ്രവർത്തിക്കാം.
ഫണ്ടമെന്റലായി നോക്കുമ്പോൾ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിംഗ്, ഡൊമസ്റ്റിക് കൺസപ്ഷൻ, ബാങ്കിംഗ് സിസ്റ്റം എന്നിവ ഇപ്പോഴും വിപണിക്ക് സ്ട്രക്ചറൽ സപ്പോർട്ട് നൽകുന്നുണ്ട്. അതിനാൽ തന്നെ ക്രൂഡ് ഓയിൽ വില കുറയുകയും ജിയോപൊളിറ്റിക്കൽ ടെൻഷൻ സമീപിക്കുകയും ചെയ്താൽ ഇന്ത്യൻ വിപണി ശക്തമായ റിക്കവറി വരാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ വോളറ്റൈലിറ്റി വീണ്ടും ഉയരാം. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച മാർക്കറ്റ് ഡയറക്ഷൻ മാത്രമല്ല, റിസ്ക് മാനേജ്മെന്റിനും ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ സമീപനം നൽകേണ്ട ഒരു സമയം കൂടിയാണിത്. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.